നമ്മുടെ സ്പെഷ്യൽ ഒരു എഗ് കറിയാണ്. എഗ് ബുൾസൈ ആക്കിയിട്ട് കറി വെച്ചിട്ടുള്ള കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ. ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിന്റെയും പൊറോട്ടയുടെയും ഒന്നും വേണ്ട, ചോറിന്റെ കൂടെ കഴിക്കാൻ പോലും നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പൊ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ. ഈസി ആയിട്ട് ഇത് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും മുട്ടക്കറി വെക്കുന്ന പോലെ തന്നെ പിന്നെ നമ്മൾ ഇത് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ മുട്ട പുഴുങ്ങുന്നതിന് പകരം ബുൾസൈ ആക്കി എടുക്കും. എല്ലാം ബുൾസൈ ആക്കി എടുക്കും. ഇത്തിരി ഉപ്പും കൂടി ചേർത്തിട്ട് കേട്ടോ ബുൾസൈ ആക്കി എടുക്കണം. പാൻ വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ടൊന്ന് പൊട്ടിക്കുക. ടേബിളുണ്ടെങ്കിൽ ഇട്ടോളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു 3 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയ സവാള ആയതുകൊണ്ട് 3 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴച്ചെടുക്കുക കേട്ടോ. അത് വഴന്ന് വരുന്ന നേരം കൊണ്ട് നമുക്ക് മുട്ട പുളിസയാക്കി എടുക്കാം. സവാളയിൽ ഉപ്പ് ചേർത്തിട്ട് വേണം കേട്ടോ വഴച്ചാനായിട്ട്. ഒരു പകുതി വേവായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് നന്നായിട്ട് മുരിഞ്ഞു വരുന്നതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി 2 വലിയ പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞിട്ട്. അത് എന്നിട്ട് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിക്കുക കേട്ടോ. നല്ലോണം വെന്തതിന് ശേഷം നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. ഉടച്ചു കൊടുത്തതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. മുളക് പൊടി ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. പിന്നെ അതുപോലെ മസാലപ്പൊടി, ഞാനിവിടെ മീറ്റ് മസാലയാണ് എടുത്തിരിക്കുന്നത്. അതൊരു 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ചേർത്തത് കാശ്മീരി മുളക് കേട്ടോ, ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. ഇനി പൊടികളെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വഴച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴച്ച അതിനുശേഷം ചൂടുവെള്ളം കുറച്ച് ഒരു 1/2 കപ്പ് 1 ഗ്ലാസ് നമുക്ക് എന്തോരം ചാറ് വേണോ അതനുസരിച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റ് നന്നായിട്ട് ഒന്ന് തിളപ്പിക്കുക കേട്ടോ. തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു ചാറൊന്ന് കുറുകി പാകാവുമ്പോഴത്തേക്കും നമുക്ക് എഗ് ബുൾസൈ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോ 4 എണ്ണം കേട്ടോ എഗ് ബുൾസൈ ആക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ എത്രയാണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് ഒരു 2-3 മിനിറ്റും കൂടി മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. കാരണം ആ മുട്ടയിലേക്ക് മസാല പിടിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട്. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിന്റെ കളർ കണ്ട് പിടിക്കണ്ട കേട്ടോ. അത് കാശ്മീരി മുളകാണ്, അതാണ് ഇത്ര കളർ ഉള്ളത് കേട്ടോ. ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. ഇതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. താങ്ക്